ഞാൻ ഈ ഭൂരിപക്ഷ എണ്ണി തിട്ടപ്പെടുത്താൻ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അതിലൊരു മോശം കക്ഷിയാണ്. പക്ഷേ ബൂത്തുകളിൽ നിന്ന് ലഭിക്കുന്ന കണക്കുകൾ പരിശോധിക്കുമ്പോൾ നമ്മൾ എങ്ങനെയായാലും എല്ലാ പഞ്ചായത്തുകളും ലീഡ് ചെയ്യുന്നുണ്ട്. എല്ലാ പഞ്ചായത്തുകളും ലീഡ് ചെയ്യുന്നു. അതുപോലെ തന്നെ വഴിക്കടവും മൂത്തയിടമൊക്കെ നല്ല മൃഗീയമായ ലീഡ് ഉണ്ട്. എന്തായാലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ, ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ, ഒരു വലിയ ഭൂരിപക്ഷത്തിന്, ഒരു ചരിത്ര ഭൂരിപക്ഷത്തിന് ജയിക്കാനുള്ള എല്ലാ റിപ്പോർട്ടുകളുമാണ് ബൂത്തുകളിൽ നിന്ന് ലഭിക്കുന്നത്. ഇനി എന്തായാലും നമുക്ക് 23-ാം തീയതി വരെ വെയിറ്റ് ചെയ്യാം. ഇവിടെ എല്ലാവരും ഒരുമിച്ച്, ഇവിടെ രമേശ് ജിയും BD സതീശൻ, സണ്ണി ജോസഫ് MLA, അതേപോലെ തന്നെ അനിൽകുമാർ, PC വിശ്വനാഥ്, അതേപോലെ തന്നെ കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി പ്രസിഡന്റുമാരായ ഷാഫി, രാഹുൽ മാങ്കൂട്ടത്തിൽ, PK ഫിറോസ്, ഇതിനൊക്കെ നേതൃത്വം കൊടുക്കാൻ കുഞ്ഞാലിക്കുട്ടി സാഹിബ് വളരെ യോജിച്ചുകൊണ്ടുള്ളൊരു വർക്കാണ് നടത്തിയത്. ഇവിടെയൊന്നും അങ്ങനെ ഒരു ആരുടെയിലും അങ്ങനൊരു അഭിപ്രായ വ്യത്യാസങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. യോജിച്ചൊരു വർക്ക്, വളരെ യോജിച്ചൊരു വർക്കാണ് നടത്തിയിട്ടുള്ളത്. അതിൻ്റെ റിസൾട്ട് കൂടിയാണ്. ഞാൻ നിങ്ങൾ ഇങ്ങനെ ചോദിച്ചിട്ട് ഞാൻ ആന്നും ഇല്ലയെന്നൊക്കെ പറഞ്ഞിട്ട് അത് സ്ക്രോൾ ചെയ്യാനല്ലേ. ഞാൻ പറഞ്ഞു, ഞാൻ ആ കാര്യത്തെക്കുറിച്ച് വാസ്തവത്തിൽ എൻ്റെ അവസ്ഥ എന്താണെന്ന് വെച്ചാൽ, 10 ദിവസമായിട്ട് പത്രം കണ്ടിട്ടില്ല, ന്യൂസ് വായിക്കാൻ പറ്റിയിട്ടില്ല, ഒന്നും പറ്റിയിട്ടില്ല. പിന്നെ ഞാനിതിനൊക്കെ അതൊന്നും കാണാതെ വായിക്കാതെ കമൻറ്റ് ചെയ്യാൻ പാടില്ലല്ലോ, ശരിയല്ലല്ലോ. ഞാൻ പറഞ്ഞല്ലോ, അത് എന്നെ ഇപ്പം മാത്രമല്ല, എന്നെ വർഷങ്ങളായിട്ട് ആക്ഷേപിക്കുന്നുണ്ട് പല കാര്യങ്ങൾ പറഞ്ഞിട്ട്. നിങ്ങൾ എൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് എടുത്ത് പരിശോധിച്ചു. 2016 മുതൽ ഞാൻ ഇതുവരെ ആരെങ്കിലും ആക്ഷേപിക്കാനോ അതല്ലെങ്കിൽ ആക്ഷേപിച്ചവർക്ക് മറുപടി പറയാനോ ഞാൻ ഇതുവരെ പോയിട്ടില്ല. നിങ്ങളെൻ്റെ ഞാനിപ്പോൾ തെരഞ്ഞെടുപ്പ് രംഗത്ത് മാത്രം പറയുന്നതല്ല, എന്നെ പലതും പറഞ്ഞ് പല രൂപത്തിൽ ആക്ഷേപിച്ചിട്ടുണ്ട്. ആ ആക്ഷേപത്തിന് ഞാൻ ഇതുവരെ മറുപടി കൊടുത്തിട്ടില്ല. ഞാനതിന് ഈ പറഞ്ഞ 2000 മറുപടി ഞാനല്ല കൊടുക്കുന്നത്. ആക്ഷേപിക്കുന്നവരോട് ചോദിക്കൂ എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് എന്നവരോട് ചോദിക്കൂ. ഞാനിതുവരെ വ്യക്തിപരമായിട്ട് ആരെയും ആക്ഷേപിച്ചിട്ടില്ല. ആക്ഷേപിക്കുന്ന രീതി എനിക്കില്ല. ഏറ്റവും കൂടുതൽ നമ്മൾ ഫൈറ്റ് ചെയ്യുന്നത് LDF ആയിട്ടില്ലേ. LDF കാൻഡിഡേറ്റിനെയും ഞാനും ഗവൺമെൻറ് നല്ല സൗഹൃദത്തിലാണ്. അതിൻ്റെ ആവശ്യമില്ലല്ലോ. ഇവിടെ വ്യക്തിപരമായ ആക്ഷേപത്തിൻ്റെയും അധിക്ഷേപത്തിൻ്റെയും ഒന്നും ആവശ്യമില്ലല്ലോ. നമ്മൾ വീട്ടിലെ കാര്യങ്ങൾ പറഞ്ഞ് മത്സരിക്കുകയല്ലല്ലോ ഇവിടെ ചെയ്യുന്നത്. ഇവിടെ നമ്മളൊരു പ്രത്യേക ഒരു നിലപാടും ഒരാശയവും ചില മുദ്രാവാക്യങ്ങളും മുന്നോട്ട് വെച്ചുകൊണ്ട് നീങ്ങുകയാണ്. അവിടെ വ്യക്തിപരമായ അധിക്ഷേപത്തിൻ്റെയും ആക്ഷേപത്തിൻ്റെയും ഒന്നും പ്രശ്നമില്ല. പിന്നെ അതുകൊണ്ട് തന്നെ ഞാൻ ഇതുവരെ അത്തരം കാര്യങ്ങൾക്ക് മറുപടി പറയാറില്ല. അതിന് മറുപടി നിലമ്പൂരിലെ ജനങ്ങൾ 23-ാം തീയതി നൽകും. ഞാൻ നിങ്ങൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ അത് പറയും, 20,000 ഭൂരിപക്ഷം കിട്ടും, ആര്യാടൻ ഷൗക്കത്ത് എന്ന് നിങ്ങൾ എഴുതി കാണിക്കും. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ആദ്യം മുതലേ പറയുന്നുണ്ട് ചരിത്ര ഭൂരിപക്ഷം. നിങ്ങളെന്നെ ദിവസവും ഓരോ മണിക്കൂറിൽ കണ്ടാലും നിലമ്പൂർ അസംബ്ലി തെരഞ്ഞെടുപ്പിൻ്റെ ചരിത്രം